ഞാനിവിടെ പറയുന്നത് അധികാരമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒന്നും സംഭവിക്കില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ ഭരണമുണ്ടെങ്കിൽ അത് നല്ലത്. പാർലമെന്ററി തലത്തിൽ ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ അത് CPM നല്ല ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും കഴിയുവാണെങ്കിൽ അത് നല്ലത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഇടത്തെ സമരങ്ങളിലടക്കം അധികാരമില്ല എന്നുള്ളത് കൊണ്ടോ വോട്ട് ശതമാനത്തിൽ വലിയ കുറവ് 0.1% പലയിടത്തെയും വോട്ട്, ഈ വലിയ സമരങ്ങളൊക്കെ ഇടത് പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന ഇടങ്ങളിൽ വോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ വോട്ടാക്കി മാറ്റാൻ എന്തുകൊണ്ട് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതല്ലേ അവരുടെ പരാജയമല്ലേ? വോട്ടാക്കി മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതിനർത്ഥം നാളെ ഇത് മുഴുവൻ വോട്ടാക്കി നമുക്ക് ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ മനോഭാവം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ രാജ്യം ഈ അടുത്തു കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ ഒരു ഇടപെടലായിരുന്നല്ലോ ബുൾഡോസർ രാജ്. അപ്പോൾ ബുൾഡോസർ രാജ് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന നിലയിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വോട്ടാക്കി മാറ്റുന്ന കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികൾ ഉള്ള ഇടങ്ങളിൽ പോലും പക്ഷെ ആദ്യം പോയി ബുൾഡോസർ രാജിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന് പോരാടുന്നത് ആരാണ്? ബൃന്ദാ കാരട്ട് എന്ന് പറയുന്ന ഒരു നേതാവാണ്. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇപ്പോഴും ഭരണമുണ്ട് എന്നതല്ല ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനം. അതായത് ദേശീയ തലത്തിലുള്ള AKG ഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2-3 നേതാക്കൾ അവിടെ ഡൽഹിയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവർ ഇറങ്ങി പോകാറുണ്ട്. അത് ആ നിലയിൽ അത് എത്രത്തോളം നേതാക്കളെ ഇപ്പോൾ ഡൽഹിയിൽ സെൻട്രലടക്കം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആ നേതൃതലത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ബൃന്ദാ കാരാട്ട് ആ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നേതാക്കൾ ആ നിലയിൽ നമുക്കിപ്പോൾ ഒരു ബിജു കൃഷ്ണ വേണമെങ്കിൽ ഇതൊരു അനാവശ്യ ചർച്ചയാണ്. ഇതെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിൽ അധികാരം പ്രധാനമാണെന്നും CPM അടക്കം രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്ന അതിനുവേണ്ടി തന്നെയാണെന്നും അതിന്റെ ഉപോൽപ്പന്നം മാത്രമാണ് ജനകീയ പോരാട്ടം എന്നും എല്ലാവർക്കും അറിയാം. പിന്നെ അതിൽ അധികാരമില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ ചർച്ച അപ്രസക്തമാണ്. അത് കാര്യമില്ലാത്ത ചർച്ചയാണ്, ദേശീയ ചർച്ചയാണ്. നമ്മുടെ സമയം വേസ്റ്റാക്കലാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ രാഷ്ട്രീയം ഈസ് ഓൾ അബൌട്ട് അധികാരം. രാഷ്ട്രീയം ഈസ് ഓൾ അബൌട്ട് പവർ. ഇടത് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടതിന്റെ ചരിത്രം എന്താണ്? അത് അധികാര കേന്ദ്രീകൃതമായി അല്ല, പിന്നീട് ആ നിലയിൽ എൻട്രി സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇടപെടൽ നടത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാളെയും ഈ രാജ്യത്ത് ഒരു ബുൾഡോസർ രാജ് ഉണ്ടായാൽ കേരളം പോലൊരു തുരുത്തിൽ ദേശീയ തലത്തിൽ ഈ ഇടത് നേതാക്കളുണ്ടല്ലോ, ഇടത് നേതാക്കൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അത് കർണാടകയിൽ ബുൾഡോസർ രാജ് ഉണ്ടാകുമ്പോൾ പോകാറുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഈ നിലയിലുള്ള ബുൾഡോസർ രാജ് ആകട്ടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളാകട്ടെ അവിടെ പോകാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ ആ നിലയിലുള്ള തലയെടുപ്പുള്ള നേതാക്കൾ ഇടതു പാർട്ടികൾക്ക് കുറഞ്ഞു വരികയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് അവർ എഴുന്നേറ്റ് നിന്നാൽ ഇന്ത്യൻ പാർലമെന്റ് നിശബ്ദമായിരിക്കുന്നത് ഏറ്റവും അവസാനം ഈ 1ാം UPA സർക്കാരിന്റെ കാലം വരെ രാജ്യം കണ്ടതാണ്. അവിടെ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന സോമനാഥ് ചാറ്റർജിയെ CPM പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജിയെ പിന്നീട് സ്പീക്കറാക്കി 1ാം UPA സർക്കാരിന്റെ കാലത്ത്. അപ്പോഴും CPMന്റെ അംഗബലം കൊണ്ട് മാറിനാൽ പാർലമെന്റ് നിശബ്ദമാകും, മറ്റു പാർട്ടികളുടെ നേതാക്കൾ കേൾക്കും, അത് കേന്ദ്ര സർക്കാർ ചെവിക്കൊള്ളും. ഇപ്പോൾ ആ നിലയിൽ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത്തരം നേതാക്കളെ അവരെയൊക്കെ ഈ സമരമുഖത്തൊക്കെ പോകും എന്ന് പറയുന്നുണ്ടല്ലോ, അവരെ ആരും ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അവരെ അയക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. രാജ്യസഭയിലേക്ക് അയക്കുന്നവരെയെങ്കിലും പ്രധാനമായിട്ടും അവിടെ പോയി ഇവർക്കെതിരായി എഴുന്നേറ്റ് നിന്നാൽ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞപ്പോൾ NK പ്രേമചന്ദ്രൻ എന്ന MP എഴുന്നേറ്റ് നിന്നാൽ പാർലമെന്റ് ശ്രദ്ധിക്കും. കാരണം വളരെ പ്രസക്തമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ പറയണം. ദേശീയ തലത്തിൽ ഇപ്പോൾ ബൃന്ദാ കാരാട്ട്, ജെയിംസ് ആന്റണി പറയുന്നു, നിങ്ങൾ നാളെ ഒരു സമയത്ത് ഒരാൾ സംസാരിക്കുക, എല്ലാവരും തമ്മിൽ കൂടുന്ന പോലെ ഇത്തരം നേതാക്കൾ CPIയുടെ അമർജിത് കൗർ ഇത്തരം നേതാക്കളെല്ലാം ഉണ്ട്. രാജ്യസഭയിലേക്ക് ഇവരെയൊക്കെ അയച്ചാൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, നേരത്തെ അന്തരിച്ചു പോയ അതുൽ കുമാർ അഞ്ചാൻ, ഇങ്ങനെയൊക്കെയുള്ള CPIയുടെ നേതാക്കൾ, ഇവരൊക്കെ ഭാഷ അവർക്ക് നന്നായിട്ട് ഭാഷ എഴുന്നേറ്റ് നിന്നാൽ പാർലമെന്റിൽ അദ്ദേഹത്തിന് മറ്റുള്ളവർ വഴങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം NDA സർക്കാരിന്റെ പ്രവർത്തന കാലയളവിൽ ജനവിരുദ്ധമായ ബില്ലുകൾ കൊണ്ടുവന്നപ്പോഴാകട്ടെ, ചർച്ചകൾ കൊണ്ടുവന്നതാകട്ടെ, കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു UDFന്റെ MP പേര് പറയൂ. അവിടെയൊക്കെ ഈ പറയുന്ന നാമമാത്രമായി അങ്ങനെയല്ല. അത് ആ അംഗങ്ങളുടെ ഒരു കാര്യം ചെയ്യാം, അഭിപ്രായം കൂടെ എടുത്തിട്ട് നമുക്ക് ഇടവേളയിലേക്ക് പോകണം. എനിക്ക് തോന്നുന്നത് ഈ അസിത പറയുന്നത്, അതായത് ഈ ഇടതുപക്ഷം എന്ന ഒരു ആശയ രൂപത്തെയാണോ അതോ ഈ പാർട്ടി സംവിധാനത്തെ കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷം എന്നത് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ സാഹചര്യത്തെ കുറിച്ചാണെങ്കിൽ, അതിന്റെ ആ രൂപത്തെ കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ആശയത്തെ കുറിച്ചാണെങ്കിൽ, നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു വിശാലമായ ഇടത് കാഴ്ചപ്പാട്, അത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത, അതുപോലെ തന്നെ നമുക്ക് പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ബോധം, നമ്മുടെ പിന്നെ ശാസ്ത്രബോധം, ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ഇടത് ആശയധാര
വിചാരധാരയെ രൂപപ്പെടുത്തുന്നത്. ആ നിലയ്ക്ക് എല്ലാ കാലത്തും ഇടതുപക്ഷം എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ട്, ലെഫ്റ്റ് എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ സംഘടനാ രൂപത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയ രൂപത്തെക്കുറിച്ചാണ്, CPIM CP എന്ന് പറയുന്ന പാർട്ടികളെ കുറിച്ചാണ്. അവർക്ക് അധികാരം വളരെ അത്യാവശ്യമാണ്. അത് അവരുടെ സംഘടനാ സംവിധാനത്തെ നിലനിർത്താൻ, അവരുടെ സാമ്പത്തിക നിലനിൽപ്പിന്, അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഈ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനെതിരെ ഒക്കെ നിലകൊള്ളാൻ CPI പോലെയുള്ള ഇടതുപക്ഷ സംഘടനകൾക്ക് നേരോടെ നിന്ന് പോരാടണമെങ്കിൽ അവർക്ക് അധികാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ പാർലമെന്ററി വ്യാമോഹം എന്നത് മാറ്റി പാർലമെന്ററി ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാം എന്ന് ഈ പാർട്ടികൾ തന്നെ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാർട്ടികൾ ഒരിക്കലും തന്നെ ഈ പാർലമെന്ററി സംവിധാനത്തിൽ നിന്നോ തെരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രക്രിയയിൽ നിന്നോ മാറി നിൽക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വളരെ നിർണായകമാണ്, വളരെ അത്യന്താപേക്ഷിതമാണ് CPM CPI പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അധികാരം. 67 EMS പറഞ്ഞിട്ടുണ്ട് ഏത് ആ നിലയ്ക്ക്. അല്ലാതെ ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഒരു കട ഷട്ടർ ഇടുന്നത് പോലെ ഒരു പരാജയമുണ്ട്, അതുകൊണ്ട് CPM എന്ന പാർട്ടി നശിക്കും അല്ലെങ്കിൽ CPI എന്ന പാർട്ടി നശിക്കുമെന്നല്ല. അതിനൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പുതുതലമുറ വരേണ്ടതുണ്ട്. ബംഗാളിൽ 30 വർഷം അധികാരത്തിലിരുന്ന ശേഷം CPM ഒറ്റ ആളില്ല. ഇവിടെ ജ്യോതി ബസുവിന് ആദരം അർപ്പിക്കാൻ സഭയിൽ എഴുന്നേറ്റ് പറയാൻ ഒറ്റ അംഗമില്ല ബംഗാൾ CPM. അതൊക്കെ ഒരു പാഠങ്ങളാണ്. ഞാൻ പറഞ്ഞു അതുപോലെ ആവുന്ന രാഷ്ട്രീയ ചരിത്ര പാഠങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.